തിരുവനന്തപുരത്തെ ചാക്ക ശംഖുമുഖം റോഡ് വെള്ളത്തിനടിയിലായി. വാഹനയാത്രക്കാർക്ക് ദുരിതയാത്രയാണ്. ആശങ്ക തുടരുമ്പോഴും അധികൃതർ മൗനത്തിലാണ്. ഇത് ചാക്ക തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും തിരുവനന്തപുരം നഗരത്തിലേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാത, ഏറ്റവും തിരക്കുള്ള പാത. ആ പാതയിലെ സ്ഥിതിയാണിത്. ചാക്കയുടെ ദുരിതം തുടങ്ങിയിട്ട് കാലാകാലങ്ങളായി. പക്ഷേ പ്രശ്നപരിഹാരത്തിനുള്ള ഒരുവിധ നടപടികളും ഒരു കാലത്തും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വരുന്ന ദൃശ്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ വരുന്ന വാഹനങ്ങളൊക്കെ സ്പീഡ് ബോട്ട് വരുന്നത് പോലെയും വള്ളം വരുന്നത് പോലെയും ഒക്കെയാണ് ഈ വെള്ളക്കെട്ടിലൂടെ കടന്നു വരുന്നത്. ഈ വാഹന ഗതാഗതത്തിലെ പ്രതിസന്ധി മാത്രമല്ല, തൊട്ടപ്പുറത്തേക്ക് മാറിയാൽ നിരവധി വീടുകളും മറ്റുമൊക്കെയുണ്ട്. ഒരു ചെറിയ മഴ പെയ്താൽ ആ വീടുകളിലേക്കെല്ലാം വെള്ളം ഇരച്ചെത്തുന്ന അവസ്ഥയാണ്. അവിടെ താമസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ആളുകളുള്ളത്. ഈ വെള്ളക്കെട്ടിലൂടെ വരുന്ന വാഹനങ്ങൾ ഏതെങ്കിലും ഒന്ന് ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ, എൻജിൻ ഓഫായി പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ വാഹനം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ കഴിയാത്ത അവസ്ഥ, അത് തകരാറിലാകുന്ന അവസ്ഥ. പിന്നീട് അവിടെ നിന്നും കെട്ടിവലിച്ചാണ് സ്ഥിരമായി കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. കഴിഞ്ഞ തവണ വെള്ളക്കെട്ടുണ്ടായ സ്ഥലങ്ങളിൽ ഇത്തവണ വെള്ളക്കെട്ട് ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നഗരസഭാ അധികൃതരടക്കം വ്യക്തമാക്കുന്നതെങ്കിൽ കഴിഞ്ഞ തവണയെന്നല്ല, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ തവണയും അതിൻ്റെ മുമ്പിലത്തെ തവണയും എല്ലാം ഇതേ പ്രതിസന്ധി ചാക്ക അനുഭവിച്ചിരുന്നു. ഇപ്പോൾ ഏകദേശം മുട്ടൊപ്പമാണ് വെള്ളമെങ്കിൽ കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയാൽ മുട്ടും കഴിഞ്ഞ് അരയ്ക്കൊപ്പവും കഴിഞ്ഞ് കഴുത്തൊപ്പം വെള്ളത്തിലേക്ക് പോകുന്ന അവസ്ഥ അപ്പുറ സൈഡിലേക്ക് പോയാലുണ്ട്. അവിടെ പല വീടുകളുടെ സൈഡിലേക്ക് പോകുമ്പോഴും സമാനമായി തന്നെയാണ് സ്ഥിതി. ആ കാലവർഷം വരുമ്പോഴൊക്കെ വെള്ളം തന്നെ. ഇവിടെ താഴ്ന്ന സ്ഥലം ആയതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം. വെള്ളം ഏകദേശം അങ്ങോട്ട് കയറും, അവിടെ വരെയൊക്കെ കയറും. അപ്പുറത്ത് ആ റോഡിലും വരും, ആ സൈഡിലൊക്കെ മഴ വെള്ളം കാണും. നല്ല വെള്ളമാണ്. ഇവിടെയൊക്കെ താഴ്ന്നതായതുകൊണ്ട് വെള്ളം വീടുകളിൽ വെള്ളം കയറും. പക്ഷേ ഈ മെയിൻ റോഡിലൊന്നും കയറൂല. അവിടെ ആറുണ്ട്, ആറൊക്കെ നിറഞ്ഞു കവിയും. ആ വെള്ളങ്ങളാണ് ഇങ്ങോട്ട് കയറുന്നത്. ഈ തിരുവനന്തപുരം നഗരത്തിലെ ഇത്ര പ്രധാനപ്പെട്ട ഒരു പാതയിൽ പോലും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയ വീഴ്ച തന്നെയാണ്.